1960 ഇറങ്ങിയ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ. ഈ 2025 പോലും ആ സിനിമയ്ക്ക് ഒരു പ്രസക്തിയുണ്ട്. നമുക്കത് കാണുമ്പോൾ നമ്മൾ മുഴുവനായിട്ടിരുന്ന് കാണും. അങ്ങനത്തെ ഒരു സിനിമയാണ് 1960 ഇറങ്ങിയ ദി ഹോൾ എന്ന് പറയുന്നത്. ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജാക്കോസ് ബെക്കർ. സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ജയിൽ ബ്രേക്കിംഗ് ആണ്. ഈ സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു ജയിലിൽ കിടക്കുന്ന 4-5 കൂട്ടുകാർ, അവർക്കിടയിലേക്ക് വരുന്ന പുതിയതായിട്ട് ഒരാൾ വരുന്നു. അവിടെ ഒരു ജയിൽ ചാട്ടത്തിന് ഇവർ പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ ആ ജയിലിൽ നിന്ന് അവരെങ്ങനെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. ആ ശ്രമങ്ങളൊക്കെ ബേസ് ചെയ്ത് പോകുന്ന ഒരു കിടിലൻ ത്രില്ലർ മൂവിയാണ്. നമുക്ക് എന്താണ് അടുത്ത് സംഭവിക്കാൻ പോകുന്നത് ഒരു പിടുത്തവും തരാത്ത രീതിയിലുള്ള പോകുന്ന ഒരു നല്ല ഒരു സിനിമ. അവരുടെ പെർഫോമൻസ് കൊണ്ടാണെങ്കിലും ഷോർട്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൻ ഷോർട്സ് ആണ്. ചില ഷോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പി മുറിക്കുന്ന ഒരു ഷോട്ടായിരിക്കും വെച്ചിരിക്കുന്നത്. അത് കമ്പി മുറിച്ച് തുടങ്ങുന്നവിടം മുതൽ തീരുന്നവിടം വരെ കാണിക്കും. പക്ഷെ നമ്മൾ ആ സീൻ സ്കിപ്പ് ചെയ്യില്ല. കാരണം നമ്മൾ വിചാരിക്കും അവിടെ എന്തെങ്കിലും സംഭവിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും നമ്മൾ അങ്ങനെ വിചാരിക്കുകയും ചെയ്യും. അത് ആ സിനിമയുടെ ഒരു നെഗറ്റീവ് അല്ല. നമ്മളത് അതുപോലെ ആ സിനിമയിൽ ആ സ്റ്റോറിക്കുള്ളിൽ ഇൻവോൾവ് ചെയ്യും. അടുത്ത് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വളരെ സസ്പെൻസ് ആയിട്ട് കണ്ടിരിക്കുന്ന ഒരു അടിപൊളി ഒരു സിനിമയാണ്. പിന്നെ ഇതിലൊരു ഷോട്ട് എന്ന് പറഞ്ഞാൽ ദി ഹോൾ എന്ന് പറയുന്നത് ഒരു ആ ഹോൾ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമായിട്ടുള്ള ഒരു ക്യാരക്ടർ എന്ന് തന്നെ പറയാം. ആ ഹോളാണ് ഈ സിനിമയിൽ ഒരു ക്യാരക്ടർ തന്നെയാണ്. അങ്ങനെ ആ ഹോളിലൂടെ വെളിയിലേക്ക് നോക്കുന്നതും അവസാനത്തെ ഒരു ഷോട്ട്, ഒരു അവസാന ഏരിയ ആകുമ്പോൾ കാണിക്കുന്ന ഒരു ഷോട്ട്, തുടക്കത്തിലെ ഷോട്ട് തന്നെ ഒരു കിടിലൻ ഷോട്ടാണ്. അതിന്റെ വേറൊരു വേർഷനിൽ അവസാനത്തെ ഒരു ഷോട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ വളരെ കിടിലനായിട്ടുള്ള ഷോട്ട്സും കാര്യങ്ങളൊക്കെയാണ്. കൂടുതലായിട്ട് സസ്പെൻസ് ഉണ്ട്, ചെറിയൊരു സസ്പെൻസ്, വലിയ സസ്പെൻസ് ഒന്നും അല്ല. അങ്ങനത്തെ രീതിയിൽ പോകുന്ന ഒരു നല്ലൊരു ജയിൽ ബ്രേക്കിംഗ് മൂവിയാണ്. എനിക്ക് തോന്നുന്നു സ്വാതന്ത്ര്യവർദ്ധനത്തിൽ ചിലപ്പോൾ ഇതിൽ നിന്ന് ഇൻസ്പയർ ആയിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അതിലെ ചില സംഭവങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ ഇതിൽ വരുന്നുണ്ട്. നമുക്ക് തോന്നിക്കുന്ന അങ്ങനത്തെ ഒരു ഇൻസ്പിറേഷൻ ആകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. ഇത് പക്ഷേ ഈ സിനിമ അങ്ങനെ ആരും പറയപ്പെട്ടിട്ടുമില്ല, അധികം ആരും കണ്ടിട്ടുമില്ല. അങ്ങനത്തെ ഒരു നല്ല സിനിമയാണ്. ഒരിക്കലും ഈ സിനിമ മിസ്സാകരുതെന്ന് പറയും. ഒരു കിഡിൽ മൂവി തന്നെയാണ്. മസ്റ്റ് വാച്ച് ഐറ്റം. ഒന്ന് കണ്ടു നോക്കാം.